വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സൂര്യാസ് ഹോംലി ടിപ്സ് ആൻഡ് ട്രിക്സ്. ഇന്ന് ഞാൻ എൻ്റെ ഹെയർ കട്ട് ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ നിങ്ങൾ തമ്മിൽ കണ്ടിട്ടുണ്ടായിരിക്കും. ഞാൻ ഏകദേശം എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ എൻ്റെ ഈ രണ്ട് സൈഡിലും മുടി കട്ട് ചെയ്തിട്ട സമയത്താണ് എൻ്റെ മുടിയുടെ അറ്റം ട്രിം ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഇന്നാണ് മുടി ട്രിം ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അതുപോലെ തന്നെ കുറച്ച് പേര് എനിക്ക് കമൻ്റായിട്ട് ചോദിച്ചു എൻ്റെ ഹെയർ കട്ട് ഏതാണെന്നുള്ളത്. അപ്പോൾ ഞാൻ സ്വന്തമായിട്ട് ചെയ്ത ഹെയർ കട്ടാണ്. ഞാൻ ഉദ്ദേശിച്ചത് ലോങ് ലെയർ ആയിരുന്നു. പക്ഷേ കട്ട് ചെയ്ത് വന്നപ്പോൾ ഈ ഒരു ചെവിയുടെ ആ ഭാഗത്ത് നിൽക്കുന്ന രീതിയിൽ ഒരു ഹെയർ കട്ടായിട്ട് മാറി. പക്ഷെ അത് നല്ലതായിരുന്നു. എനിക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ പേര് നല്ലതാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്ന് ഞാൻ അതും കൂടെ കാണിക്കുന്നുണ്ട്. അപ്പം ഇപ്പം ആ ഒരു ഹെയർ നന്നായിട്ട് വളർന്നു കേട്ടോ. ഇത്രയും നാളുകൊണ്ട് ഈ ഒരു സെപ്റ്റംബർ മുതൽ ഇത്രയും നാളായി. ഇപ്പോൾ ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത് ജനുവരിയിലാണ്. അപ്പോൾ ജനുവരി വരെ ഇത്രയും മുടിക്ക് ലെങ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഫോട്ടോ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. അതിൽ ഇവിടെ ആയിരുന്നു എൻ്റെ ഈ ചെവിയുടെ ഭാഗത്തായിരുന്നു ആ മുടി കിടക്കുന്നത്. ഈ ഒരു ഏരിയയിലായിരുന്നു. ഇപ്പോൾ ഇത്രയും ഇറങ്ങിയിട്ടുണ്ട് ആ മുടി. നല്ല രീതിയിൽ നീളം വെച്ച് ഇറങ്ങിയിട്ടുണ്ട്. ഏകദേശം ഇത്ര വരെ മുടി ഇറങ്ങിയിട്ടുണ്ട്. രണ്ട് സൈഡും നല്ലപോലെ നീളം വെച്ച് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫ്രണ്ട് പോർഷൻ എങ്ങനെയാണ് ലെയർ കട്ട് ചെയ്യുന്നത് എന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം മുടിയെല്ലാം നന്നായിട്ട് തന്നെ ചീകി വൃത്തിയാക്കിയതിന് ശേഷം നമ്മുടെ പിരുകത്തിൻ്റെ രണ്ട് സൈഡിൽ നിന്ന് നേരെ മുകളിലോട്ട് ഇതുപോലെ മുടിയെടുക്കണം. നിങ്ങൾക്ക് എത്രത്തോളം വേണോ അത്രത്തോളം എടുക്കാം. പക്ഷെ ഞാൻ പറയുന്നത് നിങ്ങൾ ആദ്യമായിട്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ വളരെ കുറച്ച് എമൗണ്ട് എടുത്താൽ മതി മുടിയുടെ. എന്നിട്ട് കട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് തോന്നുവാണ് കുറച്ചുകൂടെ വെട്ടിയിട്ടാൽ കൊള്ളാം തോന്നുവാണെങ്കിൽ രണ്ടാമതൊന്നുകൂടെ കട്ട് ചെയ്യാൻ നിന്നാൽ മതി. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കട്ട് ചെയ്തപ്പോൾ കുറച്ചധികം മുടി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്രാവശ്യം ഞാൻ അത്ര എടുത്തിട്ടില്ല. അപ്പോൾ നിങ്ങളും അളവ് കുറച്ച് എടുത്താൽ മതി. ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ എടുക്കണം. ഇച്ചിരി മെനക്കെട്ടായാലും നല്ല വൃത്തിയായിട്ട് തന്നെ നിങ്ങൾ രണ്ട് സൈഡിൽ നിന്നും ഒരേ അളവിലൊക്കെ തന്നെ എടുക്കാനായിട്ട് നോക്കുക. എന്നിട്ട് നമുക്കിതുപോലെ ഒരു ബോട്ടിലിൽ വെള്ളം നിറച്ചിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അത് നമുക്ക് മുടി കുറച്ച് വെട്ടാനായിട്ട് കുറച്ച് മാനേജബിളായിട്ട് നമ്മുടെ കയ്യിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വെള്ളം സ്പ്രേ ചെയ്യുന്നത്. എന്നിട്ട് മുടി ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് ഡയഗണലി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. മുടി എങ്ങോട്ട് ഏത് സൈഡിലോട്ട് വേണമെങ്കിലും ട്വിസ്റ്റ് ചെയ്യാം കേട്ടോ. ഞാൻ ട്വിസ്റ്റ് ചെയ്തതെന്ന് വെച്ചാൽ എൻ്റെ റൈറ്റ് സൈഡ് താഴേക്ക് വരുന്ന രീതിയിലാണ് ഞാൻ ട്വിസ്റ്റ് ചെയ്തത്. എൻ്റെ റൈറ്റ് സൈഡിലെ മുടി അടിയിൽ വരും, ആ രീതിയിലാണ് ട്വിസ്റ്റ് ചെയ്തത്. എന്നിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. കട്ട് ചെയ്യുന്ന വീഡിയോ ക്ലിയർ ആയിട്ട് വന്നില്ല കേട്ടോ. ഞാൻ പിന്നെ ഇപ്പോൾ എഡിറ്റ് ചെയ്യുമ്പോഴാണ് ഞാൻ സത്യത്തിൽ കാണുന്നത്. അപ്പോൾ എന്നാലും ഒരുവിധം നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. കറക്റ്റായിട്ട് ഞാൻ പറയുന്ന ആ ഒരു ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് കട്ട് ചെയ്താൽ മതി. അപ്പോൾ മുടി ഏകദേശം മറ്റേ ഈ ഒരു ഷേപ്പിലൊക്കെ കിട്ടും. ഇനി നമുക്ക് മുടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് നേരെ കട്ട് ചെയ്യണം. അതായത് ഈ മുടി കട്ട് ചെയ്ത് ഒരുപാട് പോകരുത്. നമ്മൾ ജസ്റ്റ് കട്ട് ചെയ്യുമ്പോൾ ഒരു 1-2 മുടി മാത്രമേ കട്ടായി പോകും. അത് വളരെ ശ്രദ്ധിച്ച് നിങ്ങൾ ചെയ്യാവൂ കേട്ടോ. ഇങ്ങനെ നമ്മൾ നേരെ കട്ട് ചെയ്യുമ്പോൾ ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടി കുറച്ചുകൂടി ഒന്ന് നല്ല ഭംഗിയിൽ ഇങ്ങനെ ലെയറായിട്ട് കിടക്കും. നല്ല രസമായിരിക്കും മുടി കിടക്കുന്ന കാണാൻ. ഒരു പ്രത്യേക ഭംഗിയായിരിക്കും അത്. പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ച് തന്നെ ചെയ്യണം. നല്ലപോലെ മുടി സ്പ്രെഡ് ചെയ്ത് കട്ട് ചെയ്യുമ്പോൾ ഒരുപാട് മുടി കട്ട് ചെയ്ത് പോകാൻ പാടില്ല. അപ്പോൾ നമ്മുടെ ഫൈനൽ ലുക്ക് ഇതാണ്. കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാളും നീളം കൂട്ടിയാണ് ഞാനിപ്പോൾ വെട്ടിയിട്ടുള്ളത്. കഴിഞ്ഞ പ്രാവശ്യത്തിന് അത്രയും ലെയർ വന്നിട്ടില്ല. എന്നാലും കുറച്ചുകൂടി മുകളിലേക്ക് വെട്ടിയാൽ നല്ല ലെയർ വരും. പക്ഷെ ഞാൻ അത്രയും വെട്ടുന്നില്ല. കാരണം ഞാൻ ഇനിയിപ്പോൾ ഫ്രണ്ട് പോർഷൻ മുടി വളർത്താൻ വേണ്ടിയിട്ടാണ് വിചാരിക്കുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ഇനി ഇത്രയും മതി എന്നുള്ളത് വിചാരിച്ചു. അപ്പോൾ ഇനി എൻ്റെ മുടിയുടെ തുമ്പും കൂടി ഞാനൊന്ന് കട്ട് ചെയ്യുകയാണ്. അപ്പോൾ മുടിയുടെ തുമ്പ് കട്ട് ചെയ്യാൻ ഞാൻ ഇതുപോലെ വെള്ളം ഒന്ന് സ്പ്രേ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇത്രയും കട്ട് ചെയ്യണമെന്നാണ് എൻ്റെ മനസ്സ് എന്നോട് പറഞ്ഞത്. പക്ഷെ ഞാൻ എൻ്റെ മനസ്സിനെ അത് അനുവദിച്ചില്ല. ഞാൻ മുടിയുടെ തുമ്പ് മാത്രം ജസ്റ്റ് അറ്റം മാത്രം ഒന്ന് കട്ട് ചെയ്തുള്ളൂ. നമ്മൾ മുടി വെട്ടാൻ എടുക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് മനസ്സ് തോന്നും മുടി അങ്ങ് വെട്ടിക്കളഞ്ഞാലോ എന്ന്. പണ്ട് ഞാൻ ഇതുപോലെ നല്ല രീതിയിൽ ലെങ്ത്ത് കുറച്ച് വെട്ടിയിട്ടുണ്ട് കേട്ടോ പണ്ട്. ഓക്കെ, എന്നിട്ട് മുടിയുടെ അറ്റവും നമ്മൾ ഫസ്റ്റ് ചെയ്തതുപോലെ ഇങ്ങനെ കട്ട് ചെയ്യുന്നുണ്ട്. ഇനി ഒരു മെയിൻ ടിപ്പോടെ ഞാൻ പറഞ്ഞുതരാം. സാധാരണ മുടി വെട്ടിക്കഴിഞ്ഞാൽ മുടി മോയ്സ്ചറായിട്ട് ഇരിക്കാനായിട്ട് മുടിയുടെ തുമ്പത്ത് എണ്ണ തേക്കാറുണ്ട്. എല്ലാവരും അങ്ങനെ ചെയ്യാറുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പം അത് ചെറുപ്പം പോലെ ചെയ്യുന്നതാണ്. അതിന് പകരമായിട്ട് ഞാനിപ്പോൾ കുറച്ച് നാളായിട്ട് ചെയ്യുന്നൊരു കാര്യമാണ് നൈറ്റ് ക്രീമും അതുപോലെ ഹെയർ സിറം കൂടി മിക്സ് ചെയ്തിട്ട് മുടിയുടെ തുമ്പത്തേക്ക് തേച്ച് കൊടുക്കുക എന്നുള്ളത്. ഇത് സംഭവം ഭയങ്കര കിടലാണ് കേട്ടോ. ഭയങ്കരമായിട്ട് മുടിയുടെ ടെക്സ്ചർ തന്നെ മാറും. നല്ല രീതിയിൽ മോയ്സ്ചറൈസിങ് ആയിരിക്കും. എണ്ണ തേക്കുമ്പോൾ എൻ്റെ മുടി ഒരുമാതിരി പിരിവിരാ പോകുന്ന പോലെ എനിക്ക് തോന്നാറില്ല. പക്ഷേ ഇത് ഭയങ്കര അടിപൊളിയാണ്. മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ.